ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഇണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവറും കേട്ടണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം കൂടെ പഠിച്ചോ. നല്ല ഒന്നാന്തരം വചനമാണ്. പ്രത്യേകിച്ച് ടെൻഷൻ, ഭാരം, സ്വസ്ഥതയില്ല, ഇത് പഠിച്ചോ. നല്ല വചനമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. പ്രത്യേകിച്ച് നമ്മുടെ സമാധാനം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ദേശത്ത് മാധ്യമങ്ങളിലൂടെ തകർക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. യുദ്ധം നടക്കുന്നത് ഗൾഫിലാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടുമുറിയിലെ ചാനലുകളിൽ ഇഷ്ടം പോലെ യുദ്ധം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പേടിപ്പെടുത്തുന്ന വാർത്തകൾ, പരസ്പരം അവരുടെ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന പല വാർത്തകൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് മാധ്യമ ധർമ്മമല്ല എന്ന് നമുക്കും അറിയാം. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, അപ്രകാരമുള്ള ഒരു ചിന്തകൾ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഭയം വിതയ്ക്കുന്നത് അത്ര ദൈവികമല്ലല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പത്രമുണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ ടെലിവിഷൻ ചാനലുകളുണ്ട്, യൂട്യൂബിലൂടെ ഒത്തിരിയേറെ വാർത്തകൾ പലതരത്തിൽ പലരും അറിയിക്കുന്നുണ്ട്. കർത്താവെ, മനുഷ്യരെ പേടിപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഞെരുക്കുന്ന, കഷ്ടതയിലേക്ക് നയിക്കുന്ന, ദുഃഖത്തിലേക്ക് നയിക്കുന്ന എല്ലാ വാർത്താ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവ് വിശുദ്ധീകരിക്കണമേ, കർത്താവ് വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിൻ്റെ കൃപ. ഫിലിപ്പി 4-ാം അധ്യായം 6ഉം 7ഉം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഇണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവറും കേട്ടണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേട്ട വചനം അത് വെറുതെ കേട്ടു പോകാനല്ല. ഈ ദിവസങ്ങളിൽ പലതവണ ഈ വചനങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ആവർത്തിച്ച് പറയണം. നമ്മുടെ കൂടെയുള്ളവരോട് വചനം പങ്കുവെച്ചു കൊടുക്കണം. ഭാരപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, മറിച്ച് നമുക്ക് സർവശക്തനായ ഒരു ദൈവമുണ്ട്. നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. അടുത്ത് നിൽക്കുന്ന ഒരു 4-5 പേരോടെങ്കിലും പറഞ്ഞു കൊടുത്തേ, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. നിനക്ക് ദൈവമുള്ളത് കൊണ്ട് നീ ഭാരപ്പെടേണ്ട. നിനക്കുണ്ടാവുന്ന ഏത് ഞെരുക്കമാണെങ്കിൽ അതിനൊരു ഉത്തരമുണ്ടാവും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ ഒന്ന് വിരിച്ചു പിടിച്ചേ, കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചേ. ഓ കർത്താവേ, യൂതന്മാരുടെ രാജാവേ, നസ്രായന മേശോയെ, ഞങ്ങളെ എല്ലാ യുദ്ധക്കെടുതിയിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണം. രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് നമുക്കറിയാവുന്ന ഗാനത്തിൻ്റെ വരികളാണ്. കണ്ണുകളടച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇതാ അനേക ദൈവജനം വലിയ കണ്ണുനീരിലാണ്, ദുഃഖത്തിലാണ്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പിടുന്ന ജനം, അവരുടെ വരുമാന മാർഗങ്ങൾ നിലച്ചിരിക്കുന്നു.
അവരുടെ ശാരീരികമായി പരിക്ക് പറ്റിയിരിക്കുന്നു, മരണം പോലും സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, മാനസികമായി ഞെരുക്കത്തിലാണ്, ആത്മീയ മേഖലകളിൽ പോലും അസ്വസ്ഥത. ഓ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. യൂതന്മാരുടെ രാജാവാം നസ്രായനായ യേശുവേ, ഈ സമയത്ത് അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ. ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയേ, യുദ്ധം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാൻ. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാൻ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയേ, യുദ്ധം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാൻ. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാൻ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച്, ഓ കർത്താവെ, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ളവനെ, ഇടിയിൽ നിന്നും മിന്നൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഈ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള ദൈവ സാന്നിധ്യം സ്വീകരിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു കടലിൽ, കരയിൽ, വാനിൽ, ഗ്രാമത്തിൽ, ഭൂമിയിൽ, എല്ലാ മേഖലയിലും ഓ കർത്താവെ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഈ പ്രപഞ്ചത്തിന്റെ മേൽ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്നൊന്ന് പാടിക്കേ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയേ, കടലിൽ, കരയിൽ, വാനിൽ, ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ. ഒരിക്കൽ കൂടെ ചേർന്ന്, യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയേ, കടലിൽ, കരയിൽ, വാനിൽ, ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ, കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാത്തലൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയാൻ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവരം കേട്ടണമേ. ആമേൻ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ട ചില വ്യക്തികൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തെളിയും. നിങ്ങളുടെ കുടുംബത്തിലെ ചില അംഗങ്ങളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തെളിയും. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സമർപ്പിക്കുക. ചില ദുരിതത്തിൽ പെട്ടിട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അകപ്പെട്ടിട്ടുള്ളവർ, ഭാരപ്പെട്ടിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി സംരക്ഷണമായിട്ട് മാറട്ടെ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് പെട്ടുപോയിട്ടുള്ള അനേകരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത്, ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ പെട്ടുപോയവരോ ഭാരപ്പെടുന്നവരോ ജീവിതത്തിൽ ദുരിതപീഡയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും, പ്രാർത്ഥിക്കുക. സൗദി അറേബ്യയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ, അവരെ ഓർക്കുക. കർത്താവെ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് പലപ്പോഴും അവർക്ക് ഒരുമിച്ച് കൂടാനോ പ്രാർത്ഥിക്കാനോ പോലോ ഒരു മതസ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ദേശമാണല്ലോ. കർത്താവെ, ആ ദേശത്തിന് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ ആ ദേശത്ത് ഒത്തിരി അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു സമയം കൂടെയാണ്. കർത്താവെ, ആ മണ്ണിൽ വലിയൊരു മതസ്വാതന്ത്ര്യം കൂടെ സംഭവിക്കപ്പെടട്ടെ. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ മനോഹരമായിട്ടുള്ള ദേവാലയമുണ്ട്, അവിടെ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, അവിടെ പരിശുദ്ധ കുർബാനകൾ അനുഗ്രഹപ്രദമായിട്ട് നടത്തപ്പെടുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ അവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിക്കാത്ത വണ്ണം ഓൺലൈനിലൂടെയാണ് ശുശ്രൂഷ കടന്നു പോകുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പലരും ആ ദേശത്തുണ്ടാവും. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യം, കർത്താവെ, ആ രാജ്യം വളരെ മർമ്മപ്രധാനമായിട്ടൊരു സ്ഥലമാണ്. ഈ വലിയ ഒരു ഗൾഫ് യുദ്ധത്തിൽ പെട്ടുപോയപ്പെട്ടൊരു സ്ഥലമാണ്. കർത്താവെ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പലരും അവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ സുന്ദരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ ദേവാലയമുണ്ട്. അതോടൊപ്പം തന്നെ അനേക വൈദികർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കർത്താവെ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റ് എന്ന് പറയുന്ന ദേശം പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. കുവൈറ്റ് പ്രത്യേകിച്ച് ഒത്തിരി മലയാളികളുള്ളൊരു ദേശമാണ്. ഒത്തിരി പ്രയർ ഗ്രൂപ്പുകളും ദേവാലയങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. കർത്താവെ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ആയിരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. ഇറാഖ് എന്ന് പറയുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ആ മണ്ണിലേക്ക് ഒഴുകപ്പെടട്ടെ. ആ ദേശത്ത് നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അബുദാബിയിലുള്ള ദൈവജനമുണ്ട്, ദുബായ് ദേശത്തുള്ളവരുണ്ട്, ഷാർജയിലുള്ളവരുണ്ട്, അജ്മാനിലുള്ളവരുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, ഫുജറയിലുള്ളവരുണ്ട്, ഉമ്മൽഖോയിലുള്ളവരുണ്ട്. ആ ദേശത്തൊക്കെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ ദേശത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാണ്. ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഇപ്പോൾ അവർക്ക് കടന്നു വന്നിരിക്കുന്ന ദുരിതപീഡയിൽ കർത്താവെ, അങ്ങൊരു വഴി തുറക്കണമേ. കരങ്ങൾ കൂപ്പി അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപരം കേട്ടൊള്ളണമേ. ആമേൻ, 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 ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് അനേക കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. പരീക്ഷാ സമയം കൂടെയായിരുന്നു. എന്നാൽ കർത്താവെ, പല കുട്ടികൾക്ക് അവരുടെ പഠന മേഖല, ഭാവി ജീവിതം ഒക്കെ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ കൃപ അടുത്ത തലമുറയിലേക്ക് ഒരു കാരണവശാലും വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ ദുഃഖങ്ങൾ കടന്നു ചെല്ലാതിരിക്കട്ടെ. അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഇപ്രകാരമുള്ള ദുരന്തങ്ങളിൽ പോകാൻ ഇടവരാതിരിക്കട്ടെ. അടുത്ത തലമുറ കർത്താവെ അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ ദുഃഖം ഇനിമേൽ ഈ മണ്ണിൽ ആവർത്തിക്കാതിരിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ കൃപ വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മളെ തന്നെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മളെല്ലാവരും മുട്ടുകുത്തി പരിശുദ്ധ അൾത്താരയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ വചനങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നൊരു സമയം കൂടെയാണ് ഈ ആരാധന സമയം. കരങ്ങൾ കൂപ്പിക്ക്. കർത്താവെ, ഈ ആരാധന സമയം അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. ആഗ്രഹത്തോടുകൂടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. സമാ
സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ യേശുവേ. കരങ്ങൾ കൂപ്പി ശിരസ്സു നമിച്ച് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുദ്ധക്കെടുതിക്ക് വേണ്ടിയും ഈ യുദ്ധത്തിൽ സഹിക്കുന്ന അനേകർക്ക് വേണ്ടിയും ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 50:15 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 50 വേഴ്സ് 15 നമ്മളെ പഠിപ്പിക്കുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ വചനം പഠിപ്പിക്കുകയാണ്. നമ്മുടെ അനർത്ഥകാലത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ മോചിപ്പിക്കും. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ യുദ്ധക്കെടുതിയിൽ ഇന്ന് നീ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്? ആ അവസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. വചനം നൽകുന്ന ഉറപ്പാണ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത, ഭാരം, ദുഃഖം, കണ്ണുനീര് ഇതാ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ ഓരോ കുടുംബങ്ങളിലും കടന്നു പോകുന്നുണ്ട്. അതെന്താണോ ആ ഞെരുക്കം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. എന്താ സംഭവിക്കുമെന്നറിയാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങി മര്യാദയ്ക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഏത് തരത്തിലും അനർത്ഥം വന്ന് വീഴുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. മരിച്ചു പോകുമോ എന്ന് വിഷമിച്ച് ഭാരപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. കുടുംബത്തിൽ പരസ്പരം സംസാരിക്കാൻ പോലും പറ്റാതെ വലിയ വിങ്ങുമുട്ടലും വീർപ്പൊട്ടലും കഴിയുന്നവരുണ്ട്. ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. വരുമാന മാർഗങ്ങൾ തടയപ്പെട്ടവരുണ്ട്. പരീക്ഷ എഴുതാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, ഈ മേഖലകളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. എന്താണ് നീ കടന്നു പോകുന്ന ഞെരുക്കം? ആ ഞെരുക്കത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അനേക ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ ലോകമത നേതാക്കൾക്കും, ലോക നേതാക്കൾക്ക് എല്ലാവർക്കും സമാധാന പ്രിയം അവർക്ക് ലഭിക്കട്ടെ. സമാധാനം അവരുടെ ഉള്ളിൽ നിറയുകയും ഈ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം അവർ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് യെശയ്യായുടെ പ്രവചനം 2-ാം അധ്യായം 4-ാം തിരുവചനം, അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും, അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും, രാജ്യം രാജ്യത്തിനെതിരെ വാളുർത്തുകയില്ല, അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വലിയ സ്നേഹം എല്ലാ ലോക നേതാക്കൾക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്ന രാജ്യത്തിലെ എല്ലാ നേതാക്കൾക്കും കർത്താവെ സമാധാനം ലഭിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 18-ാം തിരുവചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. കർത്താവ്, ഈ വചനത്തിൻ്റെ ശക്തി ഓരോ വ്യക്തിക്ക് ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ തകർച്ച കർത്താവെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ.
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അൾത്താരയോട് നീട്ടിപ്പിടിച്ച് എല്ലാവരും നിങ്ങളുടെ ഉള്ളിലുള്ള നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ അനേക വിഷയങ്ങളുണ്ട്, അനേക ഭാരങ്ങളുണ്ട്. കർത്താവേ, ഇതെല്ലാം ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. കർത്താവേ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, അത്ഭുതകരമായ ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ഞങ്ങളിതാ പരിശുദ്ധ അൾത്താരയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കരങ്ങൾ നീട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങ് ഇടപെടണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ ശക്തി ഈ ലോകത്തേക്ക് വെളിപ്പെടട്ടെ. യുദ്ധ കൊതിയന്മാരായിട്ടുള്ള എല്ലാ രാജ്യ നേതാക്കളെ ചിതറിക്കണമേ, നിർവീര്യമാക്കണമേ. പൈശാചിക ശക്തികൾ നിർവീര്യമാക്കണമേ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളും ആഗ്രഹിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ജനതകൾ കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്. ഓ കർത്താവേ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവേ. ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. ഭയത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൈയടിച്ച് പാടിക്കേ. ഈ ശുശ്രൂഷ സമയത്ത് നീ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. നിന്റെ ജോലി സ്ഥലത്തേക്ക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുടെ നടുവിലേക്ക് ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വിശ്വസിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാടി പാടി. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ ദൈവമേ, സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന ജനതകൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. നിന്നെ കർത്താവ് കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന,
ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഈ ദൈവജനത്തിന്റെ മേലെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സങ്കീർത്തനം 72 12 13 14 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 72 വേഴ്സ് 12 13 and 14. നിലവിളിക്കുന്ന പാവപ്പെട്ടവരെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ യുദ്ധക്കെടുതിയിൽ കഴിയുന്ന സകല വ്യക്തികൾക്കും വലിയൊരു സമൃദ്ധമായ സംരക്ഷണം വെളിപ്പെടട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായന ദരിദ്രനെയും ദൈവമേ അങ്ങ് മോചിപ്പിക്കുമെന്നുള്ള വചനം, ദുർബലനോടും പാവപ്പെട്ടവനോടും കരുണ കാണിക്കുമെന്നുള്ള വചനം, അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കുമെന്നുള്ള വചനം കർത്താവെ സംഭവിക്കപ്പെടട്ടെ. യെശയ്യായുടെ പ്രവചനം 41 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വിശ്വസിക്കണം. യെസ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒത്തിരി പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരുടെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വലിയ ആശ്വാസം കർത്താവ് നൽകുന്നു, വലിയ സമാധാനം കർത്താവ് നൽകുന്നു. സങ്കീർത്തനം 146 വചനം 7, 8, 9. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 146 7, 8 and 9. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ആരെങ്കിലും വിശക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവേ, ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഹാരം നൽകുന്നു, ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവെ, ഒത്തിരിയേറെ കെട്ടപ്പെട്ട മനുഷ്യരുണ്ട്, അവരെ കർത്താവെ മോചിപ്പിക്കണമേ. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയൊരു രക്ഷയുമില്ല, പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നിന്നെ രക്ഷിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നിനക്ക് ദൈവം ഒരു സംരക്ഷണ വലയം ഒരുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു സംരക്ഷണ വലയം ഒരുക്കുകയാണ്. നിനക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ വീടിന് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ജോലിക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ബന്ധങ്ങൾക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ശരീരം, മനസ്സ്, ആത്മീയ മേഖലയ്ക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വേല ഒരുക്കുന്നു. ജോബിന്റെ പുസ്തകം 1:10. ജോബിനും ജോബിന്റെ കുടുംബത്തിനും ചുറ്റും സംരക്ഷണ വേലി കെട്ടി കർത്താവ് എന്നെയും സംരക്ഷിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. അങ്ങ് നൽകുന്ന സംരക്ഷണ വേലി ഒരിക്കലും പൊളിഞ്ഞു പോകാതെ എന്നും സൂക്ഷിക്കാൻ കർത്താവെ ശക്തിയും ബലവും നൽകണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണമേ. ചേർന്ന് പാടിക്കേ. സ്നേഹന്മാർ
ശക്തിമാരിൽ നിറഞ്ഞ പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടി. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കണം. ജോലി മേഖലയിൽ സംരക്ഷണം കൊടുക്കണം. ആരോഗ്യ മേഖലയിൽ കർത്താവ് സംരക്ഷണം കൊടുക്കണം. ഗർഭിണികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. രോഗപീഡിതരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന സകലർക്കും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ഒരു വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക. എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് നൽകുന്ന ആശീർവാദം, ഇതെൻ്റെ ദേശത്തിൻ്റെ മേൽ കർത്താവ് നൽകുന്ന ആശീർവാദം. കർത്താവെ, ഈ ആശീർവാദം ദേശത്തിൻ്റെ മേൽ അങ്ങ് ഉയർത്തണമേ. ദേശത്തിൻ്റെ മേൽ അങ്ങ് ഉയർത്തണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഗൾഫ് നാടുകളുടെ മുകളിൽ കർത്താവ് വലിയൊരു ആശീർവാദം ഉയർത്തുകയാണ്. ഇസ്രായേൽ ദേശത്തിൻ്റെ മുകളിൽ, ഇറാൻ ദേശത്തിൻ്റെ മുകളിൽ, ഒമാൻ ദേശത്തിൻ്റെ മുകളിൽ, സൗദി അറേബ്യയ്ക്ക് മുകളിൽ, ഖത്തർ രാജ്യത്തിൻ്റെ മുകളിൽ, ബഹ്റൈൻ രാജ്യത്തിൻ്റെ മുകളിൽ, കുവൈറ്റ് രാജ്യത്തിൻ്റെ മുകളിൽ, ഇറാഖ് രാജ്യത്തിൻ്റെ മുകളിൽ, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ആ ദേശങ്ങൾക്ക് മുകളിൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങൊരാശീർവാദം ഒരുക്കുന്നു. ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന ഈ ആശീർവാദം കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. സമാധാനത്തിൻ്റെ ആശീർവാദം സംഭവിക്കട്ടെ. ആ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. യേശുവേ ആരാധന.